ചേട്ടാ 2009 നടന്ന കാരണവർ കൊലപാതക കേസിലെ പ്രതി ഷെറിന് വേണ്ടിയിട്ട് രംഗത്തെത്തിയിരുന്ന ചില കാര്യങ്ങൾ, രംഗത്തെത്തിയവരുടെ ചില സൂചനകൾ നമ്മൾ ഇന്നലെ ഒരു ചർച്ചയിൽ പറഞ്ഞിരുന്നു. ആ ചർച്ചയിൽ പറഞ്ഞ സൂചനകളിൽ ഒന്നിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ആ വെടി പൊട്ടിച്ചത് മറ്റാരുമല്ല, ജ്യോതികുമാർ ചാമക്കാല എന്ന കോൺഗ്രസിന്റെ നേതാവാണ്. ജനം ടിവിയുടെ എഡിറ്ററായിട്ടുള്ള അനിൽ നമ്പ്യാർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം സൂചനയാണ് നൽകിയതെങ്കിൽ ജ്യോതികുമാർ ചാമക്കാല അദ്ദേഹം അത് തുറന്നടിച്ചു പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണങ്ങളും കാര്യകാരണങ്ങളെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നു. ഇത് പക്ഷേ നമുക്ക് ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഉളുപ്പുണ്ടെങ്കിലേ ഉള്ളൂ. ഈ ഭരണത്തിലിരിക്കുന്നവർക്കും ഇത് ചെയ്യുന്നവർക്കും യാതൊരു തരത്തിലുമുള്ള ഉളുപ്പില്ല. അപ്പൊ പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിരിക്കുന്ന ചോദ്യം എന്താണെന്ന് അറിയോ ചേട്ടന്? ഇത് അടുത്ത സരിതയാണോ എന്നാണ്. ഇതിനകത്ത് ജ്യോതികുമാർ ചാമക്കാല കൊട്ടാരക്കര ഇദ്ദേഹത്തിന്റെ നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന ആളുടെ എതിർ സ്ഥാനാർത്ഥിയായി അദ്ദേഹം പറഞ്ഞു ഗണേഷ് കുമാർ ആണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഗണേഷ് കുമാറിന്റെ എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളാണ്. അപ്പൊ ഗണേഷ് കുമാർ എന്ന വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം 17 വയസ്സിലോ 18 വയസ്സിലോ സിനിമയിലേക്ക് വന്ന ആളാണ്. തിരുവനന്തപുരത്ത് സെൻട്രൽ പ്ലാസ എന്ന് വഴുതക്കാട് അദ്ദേഹത്തിന്റെ അച്ഛൻ ആർ ബാലകൃഷ്ണപിള്ള, കീഴൂട്ട് രാമൻപിള്ള എന്ന ഒരു വലിയ ആന സ്വന്തമായി വീട്ടിലുള്ള ആനയുള്ള കുടുംബം എന്നൊക്കെ പറയുമ്പോൾ വലിയ കാശുള്ളവരാണ്. അദ്ദേഹത്തിന്റെ ഒരേ ഒരു മകനാണ് ഈ പറയുന്ന മന്ത്രി ബാലകൃഷ്ണപിള്ളയുടെ മകൻ ഗണേഷ് കുമാർ, കെ വി ഗണേഷ് കുമാർ. ഇദ്ദേഹത്തിന്റെ 17 വയസ്സിലോ 18 വയസ്സിലോ തിരുവനന്തപുരത്തെ സിനിമാ ലോകത്തേക്ക് അദ്ദേഹം 19 വയസ്സിൽ എത്തുന്നു. കെ ജി ജോർജിന്റെ ഒരു സിനിമയിൽ അദ്ദേഹം തന്നെ സുകുമാരൻ നിർമ്മിച്ച് വന്ന സിനിമയിൽ അഭിനയിച്ച ഒരാളാണ്. അദ്ദേഹത്തിന് ഈ പറയുന്നതിന് ഇപ്പോൾ ജ്യോതികുമാർ ചാമക്കാല അദ്ദേഹത്തിനെതിരെ പറയുകയാണെങ്കിലും എന്തായാലും അദ്ദേഹം മാനനഷ്ടത്തിന് കേസൊന്നും കൊടുക്കാൻ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗണേഷ് കുമാറിനെ സംബന്ധിച്ചൊന്നും ഇതൊന്നും ഇത്തരം ആരോപണങ്ങളൊന്നും അദ്ദേഹത്തിന് പുത്തരിയല്ല, അദ്ദേഹത്തിന് ഏശത്വമില്ല. കാര്യം ഇത് അദ്ദേഹമാണ് ഈ പറയുന്ന ഷെറിൻ എന്ന് പറയുന്ന ജയിൽ പുള്ളിയായ ഈ യുവതിയെ അങ്ങനെ രക്ഷിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ ചിലപ്പോ ശരിയാകാൻ തന്നെ സാധ്യതയുണ്ട്. ഇപ്പൊ അനിൽ നമ്പ്യാർ കാര്യവുമില്ലാതെ ജ്യോതികുമാർ ചാമക്കാലയെ പോലെ ഒരാൾ ഞാൻ ഇന്നലെ ഈ വാർത്ത കേൾക്കുമ്പോൾ എന്നോട് നമ്മുടെ നന്ദകുമാർ സാറ് പറഞ്ഞു ഐബോസ് ജ്യോതികുമാറിനെ ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു. അദ്ദേഹം ഫോൺ എടുത്തു, പക്ഷെ അദ്ദേഹം വേറൊരു വലിയൊരു പബ്ലിക് മീറ്റിംഗ്, അവിടുത്തെ ഒരു മീറ്റിംഗിൽ ക്രൗഡിന്റെ ഇടയിലാണ്, പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ജ്യോതികുമാർ ചാമക്കാലയെ സമയം കിട്ടിയാൽ വിളിച്ച് ചോദിച്ചാൽ അദ്ദേഹം നമ്മളോട് കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ നാട്ടുകാരനാണ്, കോൺഗ്രസിലെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് തോറ്റുപോയ ആളാണ്. പക്ഷേ എങ്കിലും അദ്ദേഹം പറയുന്നത് ഒരു 70% 80% ശരിയാകാനേ സാധ്യതയുള്ളൂ. അതിൽ ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒന്നും തന്നെ ഇല്ല. കാര്യം അദ്ദേഹത്തിനെ സംബന്ധിച്ച് 17 വയസ്സിൽ 18 വയസ്സിൽ അദ്ദേഹം സിനിമയിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് നിറം പിടിപ്പിച്ച നിരവധി കഥകൾ. അദ്ദേഹം കല്യാണം കഴിച്ചത് യാമിനി തങ്കച്ചി എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടറെയാണ്. ഈ യാമിനി തങ്കച്ചി എന്ന് പറയുന്നത്, ഈ തങ്കച്ചി എന്നൊക്കെ പറയുന്നത് തന്നെ തിരുവനന്തപുരത്ത് വലിയ നായർ കുടുംബത്തിലെ തറവാട്ടിലെ സ്ത്രീകൾക്ക് വരുന്ന പേര്. വളരെ നല്ല തറവാട്ടിൽ പിറന്ന ഒരു പെൺകുട്ടിയെ തന്നെയാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ അദ്ദേഹത്തിന് വേണ്ടി വിവാഹം കഴിച്ചു കൊടുത്തത്. എന്നിട്ട് അതെങ്ങനെയായിപ്പോയി? അത് അദ്ദേഹത്തിന്റെ ഈ പരസ്ത്രീ ബന്ധം ഒക്കെ തന്നെയാണ് ആ വിവാഹം പോയത്. അതെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. എന്നിട്ട് അദ്ദേഹം ഇപ്പോൾ ഏഷ്യാനെറ്റിലെ ഏതോ ഉയർന്ന നിലയിലുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച. പക്ഷേ എങ്കിലും ഇതിനകത്ത് ജ്യോതികുമാർ ചാമക്കാല അദ്ദേഹത്തിനെതിരെ ആരോപണം പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ഇമേജിന് ഒരു കോട്ടവും തട്ടാൻ പോകുന്നു. അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് അദ്ദേഹം പറയുന്നത് ഷെറിനെ സംബന്ധിച്ച് പരോൾ ലഭിച്ച സ്റ്റേഷനിൽ പോയി ഒപ്പിടണമെന്നൊക്കെ പറയുമ്പോൾ അവരോടൊപ്പം എല്ലാ ദിവസവും പോകുന്നത് KB ഗണേഷ് കുമാറിന്റെ സന്തത സഹചാരിയായിട്ടുള്ള പ്രദീപാണ്. ഞാൻ ചലഞ്ച് ചെയ്യുന്നു, പ്രദീപും ഈ സ്ത്രീയും ഉൾപ്പെടെ എല്ലാ ദിവസവും പോയി ഒപ്പിട്ടതിൻ്റെയും പ്രദീപ് കൂടെ പോയതിൻ്റെയും CCTV ദൃശ്യങ്ങൾ പത്തനാപുരം സ്റ്റേഷനിൽ പരിശോധിച്ചാൽ കിട്ടും. ഇല്ലെങ്കിൽ എനിക്കെതിരെ കേസെടുക്കട്ടെ എന്നാണ് ജ്യോതികുമാർ വെല്ലുവിളിച്ചിരിക്കുന്നത്. ഞാൻ ഒരാളെ കുറിച്ച് പറയുന്നുള്ളൂ, ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം കൃത്യമായി പറയുന്നു, അതായത് അദ്ദേഹത്തിന്റെ PA പോയിട്ട് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ മറ്റേ സ്ത്രീയും പോയത് PAയുടെ കാറിലാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റേ വേറൊരു സ്ത്രീ ഉണ്ടല്ലോ, സരിത. മറ്റേ സ്ത്രീന്ന് പെട്ടെന്ന് പേര് കിട്ടാത്തതുകൊണ്ടാട്ടോ, സരിത എന്ന് പറയുന്നത് കൊണ്ടല്ല, മറ്റേ സ്ത്രീ എന്ന് പറഞ്ഞത് പെട്ടെന്ന് പേര് കിട്ടാതെ വന്നത് കൊണ്ടാണ്. ചേട്ടൻ മറ്റേ തെറ്റിദ്ധരിക്കല്ലേ? അല്ല, പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു വിഷയമായതുകൊണ്ട്. എന്തായാലും അപ്പോൾ അവിടെയും ഒരു പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട്. ഈ എല്ലാത്തിനും ഇടയിൽ നിൽക്കുന്നത് ചില പ്രൈവറ്റ് സെക്രട്ടറിമാരാണെന്നേ.
ചില ഇടപാടുകൾക്കൊക്കെ ഇതിനകത്ത് ഇപ്പൊ ഗണേഷ് കുമാറിനോട് ഈ ചോദ്യം ചോദിച്ചാൽ ഗണേഷ് കുമാർ ചിരിച്ചുകൊണ്ട് തന്നെ ഇതിന് മറുപടി കൊടുക്കുകയും ചെയ്യും. കാര്യം അദ്ദേഹത്തെ സംബന്ധിച്ച് ഇതൊന്നും ഒരു കുത്തരിയൊന്നുമല്ല. അദ്ദേഹത്തിന്റെ ഭാര്യ യാമിനി തങ്കച്ചി പിണങ്ങിപ്പോയത് ഈ പറയുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ വഴിവിട്ട ജീവിതം കൊണ്ട്, അത് കുടുംബത്തിൽ പിറന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് മാക്സിമം ക്ഷമിക്കാൻ നോക്കി. അന്ന് സ്ത്രീയുടെ ഭർത്താവ് വന്ന് അടി ഉണ്ടായ ദിവസം മാത്രമാണ്, പിറ്റേ ദിവസമാണ് അവര്. അല്ല, സരിതയുടെ ഭർത്താവ് ഗണേശനെ തല്ലിയിരുന്നു. അതെ. അന്ന് ബാലകൃഷ്ണ സാർ പറഞ്ഞിരുന്നു, നീ പരാതി കൊടുക്കരുതെന്ന് പോലും അച്ഛൻ പറഞ്ഞിരുന്നു എന്ന് പോലും അദ്ദേഹം നമ്മള് ബാലകൃഷ്ണപിള്ള മന്ത്രി, അന്ന് അദ്ദേഹം പ്രമുഖനായ നേതാവ് ആർ ബാലകൃഷ്ണപിള്ള ഒരു നല്ല കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ഈ മകനെ വിവാഹം കഴിപ്പിച്ചത്. എന്നിട്ടും അല്ല, അദ്ദേഹം ഈ സിനിമാ ഫീൽഡിൽ വന്നതിന്റെ ഇവിടെ നല്ലതോ കെട്ടതോ എന്നുള്ളതല്ല, ആ സ്ത്രീ സഹിക്കാവുന്നതിന്റെ പരമാവധി സഹിച്ചതിന് ശേഷം അച്ഛനും കൂടി പോയതോടുകൂടിയാണ്. പക്ഷെ ഇതൊക്കെയാണെങ്കിലും ഗണേഷ് കുമാർ ഒരു നല്ല ഭരണാധികാരി ആണ് എന്ന്, നല്ല മന്ത്രിയാണ്, പബ്ലിക്കിന് അറിയാം. പറയാതിരിക്കാൻ കഴിയില്ല. കാര്യം ഞാനൊരു ട്രാൻസ്പോർട്ട് ജീവനക്കാരന്റെ മകനാണ്. എൻ്റെ അച്ഛൻ ട്രാൻസ്പോർട്ടിൽ ചെക്കറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അപ്പോൾ അച്ഛനെ സംബന്ധിച്ച് അച്ഛൻ നമ്മളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ബാലകൃഷ്ണ പിള്ള എന്ന് പറയുന്ന മന്ത്രി അദ്ദേഹം ഒരു ഡ്രൈവേഴ്സിനോട് ഭയങ്കര സ്നേഹമുള്ള ഒരാളായിരുന്നു. പക്ഷെ KSRTCയെ കുറിച്ച് ഏറ്റവും വിശദമായിട്ട് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുപോലെ തന്നെയാണ് ഈ മകനും. അപ്പൊ നമ്മൾ ഈ ഒരു വിഷയം അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫില് ഈ ഒരു വിഷയം എന്ന് പറയുന്നത് അതെ, ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് ഈ വിഷയം ഇപ്പൊ ജ്യോതികുമാർ അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്നു, മറ്റൊരു രാഷ്ട്രീയത്തിന്റെ ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഡ്രൈവർ വിളിച്ചുകൊണ്ട് വന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഡ്രൈവറെ വിട്ട് ഇദ്ദേഹം വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിനോട് ചോദ്യവുമായി മാധ്യമപ്രവർത്തകർ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നിസ്സാരമായി ഗണേഷ് കുമാർ മറുപടി പറയും, എൻ്റെ ഡ്രൈവർ ചിലപ്പോൾ അവരുടെ ബന്ധു എന്ന് പറയും. അത് ചിലപ്പോൾ ആയിരിക്കാൻ സാധ്യത. ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിലും ഇപ്പോൾ അനിൽ നമ്പ്യാർ എന്ന് പറയുന്ന ഒരു സീനിയർ പത്രപ്രവർത്തകൻ എങ്ങും തൊടാതെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പോൾ അതിന് തിരിച്ച് മറുപടിയായി ജ്യോതികുമാർ ഗണേഷ് കുമാറിൻ്റെ ഡ്രൈവർ വിളിക്കാൻ പോയി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിയും, എൻ്റെ ഡ്രൈവർ വിളിച്ചു വന്നിട്ടുണ്ട്, ആ ഡ്രൈവറുടെ ബന്ധുവാണ് ഈ പെൺകുട്ടി, അതുകൊണ്ട് അയാൾ വിളിക്കാൻ പോയി, ഞാൻ സമയം കൊടുത്തു. ആയിക്കോട്ടെ, അദ്ദേഹത്തിന് അതിനുള്ള ധൈര്യമുണ്ട്, അദ്ദേഹം സംസാരിക്കും, അദ്ദേഹം ഇങ്ങനെ ഒളിച്ചോടുന്ന ആളല്ല അദ്ദേഹം. പിന്നെ അങ്ങനെയാണെങ്കിൽ തന്നെ ഇങ്ങനെ സ്ത്രീ വിഷയ കഥകൾ അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ ഒരു ഭൂഷണമാണ് അല്ലെങ്കിൽ ഭൂഷണമല്ലായിരിക്കും, അദ്ദേഹത്തിന് ഒരു വിഷയമാകുമെന്ന് ഞാൻ ധരിക്കുന്നില്ല. കാര്യം ഞാൻ ഈ പറയുന്ന പോലെ പബ്ലിക്കിന്റെ ഏതൊരു സാധാരണക്കാർക്ക് ഇതിപ്പോ അദ്ദേഹത്തിന് വിഷയമാകോ അല്ലയോ എന്നുള്ളതല്ല. ഇതില് ഗണേഷ് കുമാറിന്റെ പേര് മാത്രമല്ല കേട്ടോ, ജയിൽ ഉപദേശക സമിതിയിലുള്ള CPM നേതാക്കളുണ്ട്. ആ CPM നേതാക്കൾ എന്ന് പറയുന്നത് KK ലതിക, KS സലീക, MV സരള എന്നിവരാണ്. ഇവർ 3 പേരുമാണ് മറ്റുള്ളവരുടെ എല്ലാം അപേക്ഷ തള്ളിയിട്ട് ഷെറിന് വേണ്ടിയിട്ട് ഈ ഒരു വിടുതൽ അപേക്ഷ കൊടുത്തിരിക്കുന്നത്. അതെ അതെ, ഗണേഷ് കുമാറിന്റെ കാര്യം അവിടെ നിൽക്കുമ്പോൾ തന്നെ എന്തിന് പാർട്ടിയിലുള്ളവർ മറ്റുള്ളവരുടെ അപേക്ഷ, അതായത് രോഗികളായിട്ടുള്ളവരുണ്ട്, അവരുടെ പോലും കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഷെറിന് ഇത്രയേറെ പരിഗണന കൊടുത്ത് എന്തിനിറക്കണം എന്നുള്ളത് അതിന് ഉത്തരം പറയേണ്ടത് ഗണേഷ് കുമാർ മാത്രമല്ല സർക്കാരും പറയണമല്ലോ. അല്ലേട്ടാ, ഞാൻ പറഞ്ഞു വന്നതിലേക്ക് തന്നെയാണ് ചേട്ടനും പറഞ്ഞത്. ഇതിനൊരു ഉത്തരം പറയേണ്ടത് സർക്കാരാണ്. CPM-ന് ഇതിൽ എന്താണ് പങ്ക്? ഈ ഷെറിന്റെ കാര്യത്തിൽ CPM എന്തിനാണ് ഇത്രയേറെ താല്പര്യം കാണിക്കേണ്ട കാര്യം എന്താണ്? അതും പുറത്തു വരേണ്ടതാണ്. നമ്മൾ ഒരു ആരോപണം വന്നു ഗണേഷ് കുമാറിനെതിരെയാണ്, അത് അദ്ദേഹത്തിന്റെ കാര്യം പറയുന്നു, പക്ഷെ അതോടൊപ്പം നമ്മൾ ഇതും ചേർത്ത് വായിക്കണ്ടേ? അല്ല, ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് എന്തൊക്കെ ചെയ്യാൻ പാടില്ല അതൊക്കെ ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ഈ സർക്കാരിൻ്റെ രീതി എന്ന് പറയുന്നത്. നിങ്ങൾ എന്ത് മാനുഷികതയെ പറയുന്നത്? ഞങ്ങളിതൊക്കെ ചെയ്യും. അതാണ് പിണറായി സർക്കാർ, അതാണ് പിണറായിസം, അതാണ് അവർ ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. ജയിൽ സംരക്ഷണ സമിതിയിൽ 3 സ്ത്രീകൾ എന്ന് പറഞ്ഞില്ലേ, ഈ 3 സ്ത്രീകൾ ചുമ്മാ ചെയ്യത്തില്ല. ഗണേഷ് കുമാർ എന്ന വ്യക്തി, നമ്മൾ ഇന്നലൊരു ചർച്ചയിൽ പറഞ്ഞു, ആഭ്യന്തര വകുപ്പിലേക്ക് വേറെ ആരെയും കൈകടത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അടിസ്ഥാനപരമായി ഈ മുഖ്യമന്ത്രി എന്ന വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെതായ ഒരു സ്വഭാവമുണ്ട്. ഇപ്പം ഞാൻ പറയട്ടെ, എനിക്ക് ഒരു വ്യക്തിയെ അടുപ്പം തോന്നണമെങ്കിൽ എൻ്റെ സ്വഭാവവുമായി കുറേയെങ്കിലും മാച്ച് ചെയ്യുന്ന ഒരാളെ എനിക്കൊരു നല്ല സുഹൃത്തായിട്ട് കണ്ടെത്താൻ കഴിയുള്ളൂ. ഇപ്പം ഞാനിപ്പോൾ ഇത്രയും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ നമ്മുടെ നിരവധി സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഇതിൽ എനിക്ക് എൻ്റെ സ്വഭാവവുമായി മാച്ച് ചെയ്തപ്പോൾ പിണറായി വിജയൻ എന്ന വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ സ്വഭാവവുമായി മാച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് തോന്നുന്നതിൽ ഒരാൾ ഗണേഷ് കുമാർ ആയിരിക്കാം. അത് പല കാരണങ്ങളുണ്ടാവും. ഒന്ന് തൻ്റെ ഇടമായിരിക്കാം, അല്ലെങ്കിൽ മറ്റൊരു വേറൊരു തരത്തിലുള്ള അങ്ങനെയുള്ളൊരു വ്യക്തി ചിലപ്പോൾ ആഭ്യന്തര വകുപ്പിൽ കൈകടത്തി മന്ത്രി അല്ലെങ്കിൽ വിജയേട്ട എനിക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്, വിജയേട്ട ചെയ്തു തരണം, ശരി ചെയ്യാം,
എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ടാവും. മുഖ്യമന്ത്രിയുടെയോ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയുടെയോ ഒരു തരത്തിലുള്ള അനുവാദവും ഇല്ലാതെ അവർ പറയാതെ ഈ 3 പാർട്ടിയുടെ പ്രതിനിധികളും ചെയ്യാതിരിക്കില്ല. ഇത് പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി തന്നെയായിരിക്കും ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ. അത് പറയണം ഇവിടെ, അതാണ് പറയേണ്ടത്. കാര്യം അദ്ദേഹത്തിനെ ഇതൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. അദ്ദേഹം നോക്കുമ്പോൾ കാര്യം ബേസിക്കലി ഒരു സ്വഭാവം ബഹുമാനപ്പെട്ട പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ കയ്യിലുണ്ടല്ലോ. വയസ്സ് എത്രയായെന്നറിയോ? 70 വയസ്സെങ്കിലും കഴിയാറായിട്ടുള്ള മഹാനാണ്. ഇതിലൊരു പ്രശ്നമല്ല. ആ മഹാന് പറയുന്ന പോലെ ആ മഹാൻ അങ്ങനെയാണ്. ആ മഹാൻ അത് ചെയ്തിരിക്കും. അതാണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത്. ചേട്ടൻ പറഞ്ഞ പോലെ മാച്ച് ചെയ്യുന്ന ഒരു സ്വഭാവം ഗണേഷ് കുമാറിന് കൂടി ഉള്ളതുകൊണ്ട് ഉണ്ട്. മാച്ച് ടു മാച്ച് നമ്മൾ അങ്ങനെ ഉള്ളെങ്കിലേ പറ്റുള്ളൂ. കാര്യം ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് ഒരു സൗഹൃദം തോന്നണമെങ്കിൽ അത്തരത്തിലുള്ള എന്നിലുള്ളൊരു സ്വഭാവം അയാളിലുണ്ടെങ്കിൽ ഞാൻ ഒരാളായിട്ട് അടുക്കാൻ പോവുള്ളൂ. അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ മുഖ്യമന്ത്രി പറയുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞില്ലെങ്കിലും ഈ പേപ്പർ എത്തുമ്പോൾ ഈ പറയുന്ന മഹാൻ അറിയുമല്ലോ. ആ മഹാൻ ഒന്ന് കണ്ടാൽ തന്നെ മഹാനിൽ മഹാനാണ്. നമ്മുടെ സാറ് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അല്ലെങ്കിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ നയനാർ ഭരിക്കുമ്പോഴേക്കും ഞാൻ ആ ഓഫീസിൽ പോയി കണ്ടിട്ടുണ്ട് ഈ വ്യക്തിത്വത്തെ. അപ്പോൾ നമുക്ക് ഇത്രേ പറയാനുള്ളൂ. ഈ പറയുന്ന 3 സ്ത്രീകളെയും നമുക്ക് പറയാൻ ജയിൽ ഉപദേശക സമിതിയിലെ 3 സ്ത്രീകളും മേളിൽ നിന്നുള്ള ഉത്തരവ് പ്രകാരം പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ജ്യോതികുമാർ ചാമക്കാല ഇങ്ങനെ ഒരു ബന്ധമെന്ന് പറയുന്ന ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് ഗണേഷ് കുമാർ അത് നിസ്സാരമായ ഒരു വാക്കിൽ പത്രങ്ങളുടെ ചോദ്യങ്ങളിൽ പറയും. കാര്യം എൻ്റെ ഡ്രൈവറിൻ്റെ ബന്ധുവാണ്, വിളിക്കാൻ പോകണമെന്ന് പറഞ്ഞു, നീ പൊയ്ക്കോ, ഞാൻ അനുവാദം കൊടുത്തു, അവൻ പോയി വിളിച്ചിട്ട് വന്നു, അതിലിപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നേ പറയുള്ളൂ. കാര്യം ഇതിലൊരു കാര്യം കൂടെ വ്യക്തമാണ്. ഗണേഷ് കുമാർ നിരവധി ഫിലിം സ്റ്റാറുകളുടെ, ഞാൻ ഗണേഷ് കുമാറിന് വേണ്ടി സംസാരിക്കുന്നതൊന്നുമല്ല, നിരവധി താരങ്ങളുമായിട്ടൊക്കെ ഇടപഴകി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കേവലം ഈ പറയുന്ന ഒരു ആളിന്റെ പിറകെ അദ്ദേഹത്തിന് പോകേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം ഗണേഷ് കുമാറിന്റെ ചോദിക്കുന്ന പോലെ നമ്മൾ ചോദിക്കുകയാണ്. അത്രയേ ഉള്ളൂ. അതെ.